അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഓൾമോസ്റ്റ് അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ 26 ഹാംസ്റ്റർ കോമ്പാക്ടിന്റെ എയർ ഡ്രോപ്പ് വരികയാണ്. സോ റീസെന്റ് അതിന്റെ എയർ ഡ്രോപ്പ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എയ്തർ നമ്മുടെ ടെലിഗ്രാം വാളറ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഏത് എക്സ്ചേഞ്ച് ആണ് നമുക്കുള്ളത് നമ്മുടെ എക്സ്ചേഞ്ചിലേക്ക് ഡയറക്റ്റ് നമ്മുടെ എയർ ഡ്രോപ്പ് വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ എക്സ്ചേഞ്ചിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്ടിന്റെ എയർ ഡ്രോപ്പ് നമുക്ക് ക്ലെയിം ചെയ്യാന്നുള്ള കാര്യമാണ്. വേറെ ഒന്നും ഉണ്ടല്ല, ഇതിപ്പോ നിങ്ങൾ വാളറ്റിലേക്ക് കണക്ട് ചെയ്യേണ്ട എന്ന് പറയാൻ കാരണം എന്റെ വീഡിയോ കാണുന്ന 90% ആൾക്കാരും ഇത് ഹോൾഡ് ചെയ്യാൻ പോകുന്നില്ല, എല്ലാവരും തന്നെ സെല് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. സോ നിങ്ങൾ ഡയറക്റ്റ് ഒരു എക്സ്ചേഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് ഫീസ് ആയിട്ട് ടോൺ കോയിൻസ് ആവശ്യം വരത്തില്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാനിപ്പോ യൂസ് ചെയ്യുന്നത് ബൈബിറ്റിന്റെ എക്സ്ചേഞ്ച് ആണ്. ബൈനാൻസിന്റെ എക്സ്ചേഞ്ച് ഉള്ളവർക്ക് ബൈനാൻസിലേക്ക് വേണമെന്നുണ്ടെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ബിക്കോസ് അത് നല്ലൊരു ഓപ്ഷൻ ആണ്. ഓക്കെ, ഞാനിപ്പോ സെയിം ബൈനാൻസ് ഓർ ബൈബിറ്റ് രണ്ടും സെയിം തന്നെയാണ്. അപ്പൊ അവര് കുറെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, KYC കംപ്ലീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാൻ ഓൾറെഡി എന്റെ പ്രീവിയസ് വീഡിയോസ് ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്കൊരു അക്കൗണ്ട് നമുക്ക് ആക്ടിവേറ്റ് വിഡ്രോവലോ ഡെപ്പോസിറ്റോ വേണമെന്നുണ്ടെങ്കിൽ നോ യുവർ കസ്റ്റമർ KYC കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് നിങ്ങൾ അതൊന്ന് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കുക. ബിക്കോസ് 24 hours വേണം നമുക്ക് വിഡ്രോവലോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു കൂൾ ഓഫ് പീരീഡ് പറയുന്നുണ്ട്. സോ അങ്ങനെ ചെയ്ത ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഞാൻ ഒരു വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ സ്റ്റാർട്ടിംഗ് ടിൽ എൻഡ് വരെ നിങ്ങൾ കാണണം. കാരണം ഏതൊരു അഡ്രസ്സ് കൊടുക്കുന്നതിലും മെമ്മോ കൊടുക്കുന്നതിലും എന്തെങ്കിലും ചെറിയ മിസ്മാച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നാളെ ഹാംസ്റ്റർ കോമ്പാക്ട് കളിച്ചത് വെറുതെ ആയി പോകും. വേറെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ എയർ ഡ്രോപ്പ് പോകുന്നുണ്ടായിരിക്കും. സോ നിങ്ങൾ ഇതൊന്ന് എൻഷുർ ചെയ്യുക. പിന്നെ സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഞാൻ ജസ്റ്റ് ഒരു ക്വിക്ക് റീക്യാപ്പ് ആയിട്ട് ഇനി വരാൻ പോകുന്ന എയർ ഡ്രോപ്പ് ഏതൊക്കെയാണെന്ന് പറയാം. ഒന്ന് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഏജന്റ് 301 ആണ്. സൂൺ ഇപ്പോൾ ഉടനെ വരാൻ പോകുന്നത് എക്സംപയറിന്റെ ഒരു എയർ ഡ്രോപ്പ് വരുന്നുണ്ട്. കാറ്റിസൺ അപ്പൊ എല്ലാവർക്കും അറിയായിരിക്കും. സോ അത് നിങ്ങളിപ്പോ കളിച്ചിട്ട് കാര്യമില്ല. ഏജന്റ് 301 നിങ്ങൾ ഫോക്കസ് ചെയ്യണം. എക്സംപയർ കളിച്ചു പോകുന്നവർക്ക് അത് കണ്ടിന്യൂ ചെയ്യുക. കാരണം ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും അത് ക്വിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, റീസെന്റ് ആയിട്ട് ക്വിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കളിച്ചു പോവുക. നല്ലൊരു എയർ ഡ്രോപ്പ് ആണ്. ഉടനെ ജസ്റ്റ് നിയർലി 12 to 11 days കൂടെ ബാക്കിയുള്ളൂ. സോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ആവും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഗൈസ്, നമുക്ക് ഫസ്റ്റ് കോപ്പി ചെയ്യേണ്ടത് ബൈബിറ്റിന്റെ UID ആണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ഓർഡേഴ്സിന് തൊട്ട് താഴെയായിട്ട് ഒരു പ്രൊഫൈലിൻ്റെ ഐക്കൺ ഉണ്ടാവും. അതിന് തൊട്ടപ്പുറമായിട്ട് നമുക്കൊരു UID ഉണ്ടാവും, നമ്പർ ഉണ്ടായിരിക്കും. അത് നിങ്ങളൊന്ന് കോപ്പി ചെയ്യുക. ഫസ്റ്റ് ചെയ്യേണ്ടത് അത് നിങ്ങൾ കോപ്പി ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഹാംസ്റ്റർ കോമ്പാക്ടിൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സാണ്. അതിന് നിങ്ങൾ അസറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡെപ്പോസിറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അസറ്റിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഡെപ്പോസിറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇവിടുന്ന് ചൂസ് എ കോയിൻ ടു ഡെപ്പോസിറ്റ്. അതിൽ നമ്മൾ ഹാംസ്റ്റർ എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. HMSTR എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഹാംസ്റ്റർ കോമ്പാക്ട് വന്നുള്ളൂ. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഏത് നെറ്റ്വർക്ക് എന്നുള്ളത്. ഒറ്റ നെറ്റ്വർക്കേ ഉള്ളൂ, ടോൺ നെറ്റ്വർക്ക് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ കൺഫേം അക്നോളജിയെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഹാംസ്റ്റർ കോമ്പാക്ടിൻ്റെ അഡ്രസ്സ് വരും. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് എൻ്റെ റൈറ്റ് സൈഡിൽ നമ്മുടെ ബൈബിറ്റിൻ്റെ ലിങ്ക് ചെയ്യാനുള്ള അഡ്രസ്സാണ്. ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ ബൈബിറ്റിൻ്റെ UID ഓൾറെഡി കോപ്പി ചെയ്ത് അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഹാംസ്റ്റർ കോമ്പാക്ട് ഡെപ്പോസിറ്റ് അഡ്രസ്സ്, അത് ഇവിടുന്ന് അഡ്രസ്സ് കറക്റ്റായിട്ട് കോപ്പിയെ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെക്കുക. ദെൻ താഴെ കാണുന്ന 1181 എന്നുള്ളതാണ് നമ്മുടെ മെമ്മോ വരുന്നത്. അതും കോപ്പി ചെയ്ത് ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഒന്നും മാറിപ്പോലെ വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് എന്ന് വിചാരിക്കുന്നു. എനിവേ സെപ്റ്റംബർ 26 ഞാനിപ്പോൾ ബൈബിറ്റ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതേ ബൈബിറ്റിൽ നിന്ന്, ഇതേ അക്കൗണ്ടിൽ നിന്ന് എങ്ങനെ ഗൂഗിൾ പേയിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഹാംസ്റ്റർ കോമ്പാക്ടിന്റെ കോയിൻസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ക്യാഷ് ആക്കാം എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. ലൈവ് വന്ന് ഞാൻ കാണിക്കുന്നുണ്ടായിരിക്കും എയർ ഡ്രോപ്പ് വരുന്ന ടൈമിൽ ക്ലെയിം ചെയ്ത ശേഷം. സോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുവരെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. താങ്ക് യു സോ മച്ച്.